وما ظلمناهم ولكن ظلموا أنفسهم فما أغنت عنهم آلهتهم التي يدعون من دون الله من شيء لما جاء أمر ربك وما زادوهم غير تتبيب. നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല. അവർ തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ വിധി സമാഗതമായപ്പോൾ അള്ളാഹുവിനെ വെടിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങൾക്കൊന്നും ഒട്ടും അവരെ തുണയ്ക്കാനായില്ല. അവ ദുരിതവും നാശവുമല്ലാതെ ഒരു ഗുണവും ചെയ്തില്ല. وَكَذَلِكَ أَخْذُ رَبِّكَ إِذَا أَخَذَ الْقُرَى وَهِيَ ظَالِمَةٌ إِنَّ أَخْذَهُ أَلِيمٌ شَدِيدٌ. നിന്റെ നാഥൻ അക്രമിയായ നാടിനെ പിടികൂടുമ്പോൾ ഇவ்விധം തന്നെയാകുന്നു പിടികൂടുക. വാസ്തവത്തിൽ അവന്റെ പിടുത്തം വേദനയേറിയതും അതികഠിനവുമാകുന്നു. ഇന്ന ഫീ ദാലിക ലആയതൻ ലിമൻ ഖാഫ അദാബൽ ആഖിറഹ ദാലിക യൗമുൻ മജ്മൂഉൻ ലഹുൻ നാസ് വദാലിക യൗമുൻ മശ്ഹൂദ്. പരലോക ശിക്ഷയെ ഭയപ്പെടുന്നവർക്കൊക്കെയും ഇതിൽ നിശ്ചയമായും ദൃഷ്ടാന്തമുണ്ട്. അത് സകല മനുഷ്യരും സമ്മേളിക്കുന്ന നാളായിരിക്കും. അന്നാളിൽ സംഭവിക്കുന്നതൊക്കെയും എല്ലാവരുടെയും കൺമുമ്പിൽ വച്ചായിരിക്കും. അതായത്, മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ പരലോക ശിക്ഷ വരിക തന്നെ ചെയ്യുമെന്നും അതേപ്പറ്റി പ്രവാചകന്മാർ പറഞ്ഞത് സത്യം മാത്രമാണെന്നും ബോധ്യപ്പെടുന്ന ദൃഷ്ടാന്തങ്ങൾ ആ ചരിത്ര സംഭവങ്ങളിലുണ്ട്. മാത്രമല്ല, പരലോക ശിക്ഷ എന്തുമാത്രം ഭയാനകമായിരിക്കുമെന്നും ഈ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഈ അറിവ് ഹൃദയത്തിൽ ഭയഭക്തി ഉണർത്തുകയും അവനെ നേർമാർഗത്തിൽ നടത്തുകയും ചെയ്യും. ചരിത്രത്തെ സംഭവങ്ങളുടെ സമുച്ചയമായി മാത്രം കാണാതെ അവയുടെ പശ്ചാത്തലവും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിന്റെ പരിണാമത്തിൽ നിന്ന് പാഠം പഠിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിക്കും പരലോകത്തെയും പരലോക ശിക്ഷയെയും സംബന്ധിച്ച് ചരിത്രം പറയുന്നതെന്താണെന്ന് നിഷ്പ്രയാസം ഗ്രഹിക്കാൻ സാധിക്കും. ആയിരക്കണക്കിന് കൊല്ലങ്ങളായി മനുഷ്യ ചരിത്രത്തിൽ സംഭവിച്ച വ്യവസ്ഥാപിതമായ വിജയ പരാജയങ്ങളും അവയ്ക്ക് നിദാനമായി കാണപ്പെടുന്ന വ്യക്തമായ ധാർമ്മിക കാരണങ്ങൾ, അധപതിക്കുന്ന ജനത എന്തെല്ലാം കാരണങ്ങളാൽ അധപതിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വ്യക്തമായി വിരൽ ചൂണ്ടുന്നുണ്ട്. അതായത്, മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ അന്ധമായ പദാർത്ഥ പ്രതിഭാസങ്ങളാൽ ഭരിക്കപ്പെടുകയല്ല. യുക്തിസഹമായ ഒരു ധാർമ്മിക വ്യവസ്ഥ ഇതിനുണ്ട്. അതനുസരിച്ച് ധാർമ്മികതയുടെ ഒരു പ്രത്യേക പരിധിക്ക് മീതെ ജീവിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു. ആ പരിധിക്ക് താഴെ ഇറങ്ങുന്നവരെ കുറച്ചു കാലത്തേക്ക് ഒരവസരം നൽകി വിടുകയും ചെയ്യുന്നു. ഇനിയും അവർ താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ പാഠം നൽകുന്ന ഒരു ദൃഷ്ടാന്തമാക്കി അവരെ നിശേഷം നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യും. ഈ സംഭവങ്ങളെല്ലാം എപ്പോഴും ഒരു ക്രമമനുസരിച്ച് മാത്രമുണ്ടാവുന്നുവെന്നത് പ്രതിഫലവും ശിക്ഷയുമെല്ലാം പ്രപഞ്ചഭരണത്തിന്റെ പ്രത്യേക നിയമമനുസരിച്ച് മാത്രമാണ് നടക്കുന്നതെന്ന കാര്യം സംശയരഹിതമായി തെളിയിക്കുന്നു. വിവിധ ജനസമുദായങ്ങളെ ബാധിച്ച ഈ ശിക്ഷകളെപ്പറ്റി നാം വീണ്ടും ചിന്തിക്കുകയാണെങ്കിൽ ഈ കാര്യം കൂടി നമുക്ക് ബോധ്യപ്പെടും. രക്ഷാശിക്ഷകളുടെ നൈതിക ധാർമ്മിക താൽപര്യങ്ങൾ ഈ ശിക്ഷ കൊണ്ട് ഒരു പരിധിവരെ പാലിക്കപ്പെടുമെന്നത് ശരി തന്നെ. പക്ഷേ വലിയ ഒരളവോളം അത് വീണ്ടും അവശേഷിക്കുകയാണ്. കാരണം ശിക്ഷ വന്നു ഭവിക്കുമ്പോൾ നിലവിലുള്ള ജനങ്ങളെ മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ. നാശത്തിന്റെ വിത്ത് വിതയ്ക്കുകയും ദുർവൃത്തിയുടെയും അക്രമത്തിന്റെയും കൃഷിയിറക്കി വിള പാകപ്പെടുത്തിയ ജനങ്ങൾ അപ്പോഴേക്കും ഈ ലോകത്തോട് വിട വാങ്ങിപ്പോയിട്ടുമുണ്ടായിരിക്കാം. അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായി ശേഷമുള്ള തലമുറ ശിക്ഷയ്ക്ക് വിധേയമാകുമ്പോഴേക്കും ആദ്യ തലമുറ അതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കും. ചരിത്ര പഠനത്തിലൂടെ നാം പ്രപഞ്ചഭരണത്തിന്റെ സ്വഭാവം വ്യക്തമായി ഗ്രഹിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. എങ്കിൽ ആ പഠനം ഈ യാഥാർത്ഥ്യം സാക്ഷ്യം വഹിക്കുമെന്നത് തീർച്ചയാണ്. ബുദ്ധിയുടെയും നീതിയുടെയും വെളിച്ചത്തിൽ ശിക്ഷാനിയമത്തിന്റെ ധാർമ്മിക താൽപര്യങ്ങൾ ഈ ലോകത്ത് പൂർത്തീകരിക്കുകയില്ല എന്നത് തീർച്ചയാണ്. അവ പൂർത്തീകരിക്കുന്നതിനായി മറ്റൊരു ലോകം അനിവാര്യമാണ്.
അവിടെ വെച്ച് മുഴുവൻ അക്രമികൾക്കും അവരുടെ ചെയ്തികൾക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കും. ആ പ്രതിഫലം ഈ ലോകത്ത് വെച്ച് ലഭിച്ച ശിക്ഷയേക്കാൾ കഠിനവുമായിരിക്കും. സൂറ അൽ ആറാഫ് സൂക്തം 38, യൂനസ് സൂക്തം 4 എന്നിവയുടെ വിശദീകരണം ശ്രദ്ധിക്കുക. وَمَا نُؤَخِّرُهُ إِلَّا لِأَجَلٍ مَّعْدُودٍ. നാം അതിനെ വല്ലാതെ പിന്തിപ്പിക്കുന്നില്ല, പരിമിതമായ ഒരവധി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് മാത്രം. يَوْمَ يَأْتِ لَا تَكَلَّمُ نَفْسٌ إِلَّا بِإِذْنِهِ فَمِنْهُمْ شَقِيٌّ وَسَعِيدٌ. അത് വന്നെത്തുന്ന നാളിലോ അല്ലാഹുവിന്റെ അനുമതിയോടെയല്ലാതെ ആർക്കും ഒന്നും മിണ്ടാൻ കഴിയുകയില്ല. അന്ന് കുറെ ആളുകൾ നിർഭാഗ്യവാന്മാരും കുറെ ആളുകൾ സൗഭാഗ്യവാന്മാരുമായിരിക്കും. അതായത്, ഇന്ന മഹാൻ ശുപാർശ ചെയ്ത് നമ്മെ രക്ഷിക്കും, ഇന്ന മഹാൻ തന്നിൽ വിശ്വാസമർപ്പിച്ചവരെ രക്ഷിക്കാൻ നിർബന്ധം പിടിക്കും, ഇന്ന മഹാൻ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ആളാണ്, അദ്ദേഹം എങ്ങനെയെങ്കിലും തന്റെ ആശ്രിതരെ രക്ഷിക്കാതിരിക്കുകയില്ല എന്നിങ്ങനെയുള്ള പ്രതീക്ഷകളെ അവലംബമാക്കി കുത്തിയിരിക്കുകയാണ് ഈ മൂഢജനം. പക്ഷേ അല്ലാഹുവിന്റെ മുമ്പിൽ അവർ എങ്ങനെയാണ് വാശിയും നിർബന്ധവും പിടിക്കുക? ആ ആത്യന്തിക നീതിപീഠത്തിന് മുമ്പിൽ മഹാന്മാരിൽ മഹാന്മാരായ മനുഷ്യരും മലക്കുകളും വരെ ശ്വാസം വിടുക പോലുമില്ല. ആർക്കെങ്കിലും വല്ലതും പറയാൻ സാധിക്കുമെങ്കിൽ അത് വിധികർത്താക്കളിൽ ഉത്തമനായ അല്ലാഹു സ്വന്തം നിലയിൽ വല്ലവർക്കും സംസാരിക്കാൻ അനുവാദം നൽകുമ്പോൾ മാത്രം. അല്ലാഹുവിങ്കൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്താമെന്ന് വിശ്വസിച്ച് അല്ലാഹു അല്ലാത്തവരുടെ ആസ്ഥാനങ്ങളിൽ നേർച്ചയും വഴിപാടും അർപ്പിക്കുന്നവരും അവരുടെ ശുപാർശകളെ അവലംബിച്ച് സ്വന്തം കർത്തവ്യങ്ങളിൽ വിമുഖരാവുന്നവരും അവിടെ തികച്ചും നിരാശരാകേണ്ടി വരും. فَأَمَّا الَّذِينَ شَقُوا فَفِي النَّارِ لَهُمْ فِيهَا زَفِيرٌ وَشَهِيقٌ. നിർഭാഗ്യവാന്മാരായവർ നരകത്തിലേക്ക് പോകുന്നു. കഠിനമായ താപത്താലും ദാഹത്താലും അവിടെ അവർ കിതച്ചുകൊണ്ടും ചീറിക്കൊണ്ടുമിരിക്കും. خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك إن ربك فعال لما يريد. ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം കാലം അവർ ഇതേ അവസ്ഥയിൽ കഴിയേണ്ടി വരും. നിന്റെ റബ്ബ് മറിച്ചു വിചാരിച്ചാലല്ലാതെ. നിശ്ചയം നിന്റെ റബ്ബ് ഇച്ഛിച്ചത് ചെയ്യുന്നതിന് പരമാധികാരമുള്ളവനാകുന്നു. ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം കാലം എന്ന വാക്യം കൊണ്ടുദ്ദേശിച്ചത് പരലോകത്തിലുള്ള ആകാശഭൂമികളാവാം, അല്ലെങ്കിൽ സാധാരണ ശൈലിയിൽ എല്ലാ കാലത്തുമെന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചതുമാവാം. ഏതായാലും ഇന്ന് നിലവിലുള്ള ആകാശഭൂമികൾ ഉദ്ദേശ്യമാകാൻ നിർവാഹമില്ല. കാരണം ഖുർആനിലെ വിവരണത്തിന്റെ വെളിച്ചത്തിൽ ഈ ആകാശഭൂമികൾ അന്ത്യദിനത്തിൽ മാറ്റപ്പെടുന്നതാണ്. ഇവിടെ പരാമർശിക്കുന്നതാകട്ടെ അന്ത്യദിനത്തിന് ശേഷം വരുന്ന സംഭവങ്ങളും. ദൈവധികാരികളെ ശാശ്വത ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. എന്നാൽ അല്ലാഹു സ്വന്തം നിലയിൽ ആരെയെങ്കിലും രക്ഷിക്കാൻ ഉദ്ദേശിക്കുകയോ ആർക്കെങ്കിലും ശാശ്വത ശിക്ഷ നൽകുന്നതിന് പകരം ഒരവധി വരെ ശിക്ഷ നൽകി പിന്നീട് മാപ്പ് കൊടുക്കാൻ തീരുമാനിക്കുകയോ ചെയ്തതാണെങ്കിൽ അതിനവന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. കാരണം തന്റെ നിയമം വ്യക്തമാക്കി തരേണ്ടത് അവൻ തന്നെയാണ്. അവന്റെ സ്വാതന്ത്ര്യത്തെയും അധികാരത്തെയും പരിമിതപ്പെടുത്തുന്ന ഒരത്യുന്നത നിയമവുമില്ല. وَأَمَّا الَّذِينَ سُعِدُوا فَفِي الْجَنَّةِ خَالِدِينَ فِيهَا مَا دَامَتِ السَّمَاوَاتُ وَالْأَرْضُ إِلَّا مَا شَاءَ رَبُّكَ عَطَاءً غَيْرَ مَجْذُوذٍ. എന്നാൽ ഭാഗ്യം സിദ്ധിച്ചവരോ സ്വർഗത്തിലേക്കും പോകുന്നു. ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം കാലം അവരതിൽ നിത്യവാസികളാകുന്നു. നിന്റെ റബ്ബ് മറിച്ചു വിചാരിച്ചാലല്ലാതെ അവർക്ക് ഇടതടവില്ലാതെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. അതായത് അവന്റെ സ്വർഗത്തിൽ താമസിപ്പിക്കുന്നത് അങ്ങനെ ചെയ്യാൻ നിർബന്ധിതനാകുന്ന ഒരു അത്യുന്നത നിയമത്തിന് വിധേയമായതുകൊണ്ടൊന്നുമല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഔദാര്യത്താൽ അവരെ അവിടെ താമസിപ്പിക്കുമെന്ന് മാത്രം.
ഇനി അവരുടെ ഭാഗധേയം മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനും അവന് പൂർണ്ണമായ അധികാരമുണ്ട്. فلا تك في مرية مما يعبد هؤلاء ما يعبدون إلا كما يعبد آباؤهم من قبل وإنا لموفوهم نصيبهم غير منقوص. പ്രവാചകരെ, ഇക്കൂട്ടർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെക്കുറിച്ച് നീ ഒട്ടും സന്ദേഹത്തിലാവേണ്ടതില്ല. മുമ്പ് അവരുടെ മുൻഗാമികൾ ചെയ്തിരുന്നതുപോലെ അന്ധമായി ആരാധിച്ചു വരികയാണവർ. ഇവരുടെ വിഹിതം ഒരു കുറവും വരുത്താതെ പിന്നീട് നാം ഇവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാകുന്നു. തിരുമേനി യഥാർത്ഥത്തിൽ തന്നെ അല്ലാഹുവല്ലാത്ത ആരാധ്യന്മാരുടെ കാര്യത്തിൽ ഏതോ വിധത്തിലുള്ള സംശയത്തിൽ അകപ്പെട്ടിരുന്നുവെന്ന് ഇതിനർത്ഥമില്ല. മറിച്ച് ഇവിടെ തിരുമേനിയെ സംബോധന ചെയ്തുകൊണ്ട് പൊതുജനങ്ങളെ കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉദ്ദേശ്യമിതാണ്: ഈ ദൈവങ്ങളെ ആരാധിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് ആ ആരാധ്യന്മാർ കാരണമായി എന്തെങ്കിലും ഉപകാരം കിട്ടുമെന്ന് ബുദ്ധിയുള്ള മനുഷ്യരാരും സംശയിച്ചു പോകരുത്. യാഥാർത്ഥ്യമിതാണ്: ഈ ആരാധനയും നേർച്ച വഴിപാടുകളും പ്രാർത്ഥനകളും ഒന്നും ഏതെങ്കിലും വിജ്ഞാനത്തിന്റെയോ അനുഭവത്തിന്റെയോ യാഥാർത്ഥ്യ ദർശനത്തിന്റെയോ അടിസ്ഥാനത്തിലുള്ളതല്ല. മറിച്ച് അന്ധമായ അനുകരണം മാത്രമാണിതെല്ലാം. ഇതേ പ്രതിഷ്ഠകൾ കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ പക്കലുമുണ്ടായിരുന്നു. ഇന്നിവർക്കുള്ളതുപോലെ കറാമത്തുകൾ അവർക്കുമുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ അവരും ആ പ്രതിഷ്ഠകളുമെല്ലാം അപ്പാടെ തകർന്ന് നാമാവശേഷമായിപ്പോയി. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ فَاخْتُلِفَ فِيهِ وَلَوْلَا كَلِمَةٌ سَبَقَتْ مِنْ رَبِّكَ لَقُضِيَ بَيْنَهُمْ وَإِنَّهُمْ لَفِي شَكٍّ مِّنْهُ مُرِيبٍ. നാം ഇതിനു മുമ്പ് മൂസാക്കും വേദം നൽകിയിരുന്നു. അതിലും ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. നിനക്ക് നൽകപ്പെട്ട ഈ വേദത്തെ സംബന്ധിച്ച് ഇന്ന് ഇവർ ഭിന്നിക്കുന്നത് പോലെ തന്നെ. നിന്റെ റബ്ബിങ്കൽ നിന്ന് മുമ്പേ തന്നെ ഒരു തീരുമാനമുണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഭിന്നിച്ചവർക്കിടയിൽ എന്നോ വിധി കൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. ഇക്കൂട്ടർ അതേപ്പറ്റി സങ്കീർണമായ സംശയത്തിലാണ് എന്നത് വാസ്തവമത്രേ. അതായത്, ഇന്ന് ഖുർആനെ സംബന്ധിച്ച് വിവിധ ആളുകൾ വിവിധ അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഇതിനു മുമ്പ് മൂസാക്ക് ഗ്രന്ഥം നൽകിയപ്പോൾ അതിന്റെ പേരിലും ഇതേപോലെ ഭിന്ന അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു. അതിനാൽ ഇത്രയും വളച്ചുകെട്ടില്ലാത്തതും വ്യക്തവുമായതുമായ കാര്യങ്ങൾ ഖുർആനിലൂടെ വെളിപ്പെടുത്തി കൊടുത്തിട്ടും ഈ ജനങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് കരുതി നബിയെ താങ്കൾ വിഷമിക്കുകയോ അസ്വസ്ഥചിത്തനാവുകയോ ചെയ്യേണ്ടതില്ല. നബിയെയും സത്യവിശ്വാസികളെയും സമാധാനിപ്പിക്കുകയും സഹനത്തിന് പ്രേരിപ്പിക്കുകയുമാണ് ഈ വാക്യത്തിലൂടെയും ചെയ്യുന്നത്. ഉദ്ദേശ്യം ഇതാണ്: അഭിപ്രായ വ്യത്യാസങ്ങൾ പുലർത്തുന്നവരുടെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനമുണ്ടാവാൻ നീ ധൃതിപ്പെടേണ്ടതില്ല. നിർണിത സമയത്തിനു മുമ്പ് വിധി കൽപ്പിക്കുകയില്ലെന്ന് അല്ലാഹു മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ ആളുകൾ തീരുമാനത്തിനു വേണ്ടി എത്ര തന്നെ ധൃതി കൂട്ടിയാലും അല്ലാഹു അക്കാര്യത്തിൽ ധൃതിപ്പെടുകയില്ല. وَمَا ظَلَمْنَاهُمْ وَلَكِنْ ظَلَمُوا أَنفُسَهُمْ فَمَا أَغْنَتْ عَنْهُمْ آلِهَتُهُمُ الَّتِي يَدْعُونَ مِن دُونِ اللَّهِ مِن شَيْءٍ لَّمَّا جَاءَ